ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SCRT റിവിഷൻ എന്നുള്ള സെക്ഷനിൽ നമ്മൾ നോക്കുന്ന ചാപ്റ്റർ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ളൊരു ചാപ്റ്ററാണ്. SCRT പഠിച്ചവർക്ക് റിവിഷൻ എന്ന രീതിയിൽ ഇത് യൂസ്ഫുള്ളാകും. ഇനി അഥവാ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതിലറിയത്തില്ലാത്ത പോയിൻറ്റ്സൊക്കെ ഒന്ന് എഴുതി നിങ്ങൾ കേട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുള്ളാകും. നമുക്കറിയാം പരീക്ഷയിൽ SCRT ചാപ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയൊക്കെ കാണുന്നവർ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇപ്പോൾ കുരുമുളക് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണെന്ത്? കുരുമുളക്. ഇപ്പോൾ ഇറച്ചി ദീർഘകാലത്തേക്ക് കേടൊക്കെ കൂടാതെ സൂക്ഷിക്കാനും ഒക്കെ രുചി നൽകാനും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന ഒരു സുഗന്ധ വിളയാണ് കുരുമുളക്. അതിൽ കറുത്ത പൊന്നെന്നറിയപ്പെടുന്നതും കുരുമുളകാണ്. ഓക്കെ. വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത് എന്ന് 1498 മെയ്യിലാണ്. ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയതെന്നാണ് 1498 മെയ്. വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരിയാണ്. അപ്പോൾ 1498 മെയ്യിലാണ് നമ്മുടെ വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയത്. ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലം ഏതാണ്? കണ്ണൂരാണ്. സാമൂതിരി കച്ചവട സൗകര്യങ്ങളൊക്കെ നൽകാത്തതിനാൽ വാസ്കോഡഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലമാണ് കണ്ണൂർ. വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്ക് വഴി ലഭിച്ചത്. ഓക്കെ. പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞിട്ട് ഇവിടെയായിരുന്നു തുടങ്ങുന്നത്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനമാണ് അടുത്തായിട്ട് പറയുന്നത്. ആദ്യം കുരുമുളക് പറയും, പിന്നെ യൂറോപ്യന്മാരുടെ ആഗമനം, പിന്നെ ഈ സൈഡാണ് ടെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിൽ പഠിച്ചാലും ഓക്കെ. അപ്പം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാൻ കാരണമായി. അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാൻ കാരണമായത് എന്തായിരുന്നു? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ വേണ്ടി ശ്രമമൊക്കെ ആരംഭിച്ചു. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി. പിന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോഴാണ് വാസ്കോഡഗാമയുടെ കാര്യമൊക്കെ പറയുന്നത്. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായിട്ട് 3 കപ്പലുകളിലായിട്ട് എത്തിയ വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാടെത്തിയത് 1498 മെയ്യിലാണ്. വാസ്കോഡഗാമ കോഴിക്കോടെത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമൂതിരിയായിരുന്നു. അപ്പോൾ സാമൂതിരി കച്ചവട സൗകര്യങ്ങളൊക്കെ ഒന്നും നൽകാത്തതിനാൽ വാസ്കോഡഗാമ കച്ചവടത്തിനായിട്ട് കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നുണ്ടെങ്കിൽ കണ്ണൂരാണ് കണ്ടെത്തിയത്. വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങളൊക്കെ വിറ്റഴിക്ക് വഴി ലഭിച്ചത്. വാസ്കോഡഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനായി എത്തിയ പോർച്ചുഗീസുകാരൊക്കെയാണ്? അൽമേഡയുമുണ്ട്, അൽബുക്കർക്കുമുണ്ട്. അപ്പോൾ വാസ്കോഡഗാമയൊക്കെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനായിട്ട് എത്തിയ പോർച്ചുഗീസുകാരൊക്കെയാണ്? അൽമേഡയുണ്ട്, അൽബുക്കർക്കുമുണ്ട്. അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമാൻ, ദിയു. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കോട്ടപ്പുറം കോട്ട ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലാണ് ഏത്? സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അത് നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. അപ്പം സെൻറ്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ്? കണ്ണൂരിലാണ്. നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരാണ് ജില്ലയിലാണ്. അത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? അച്ചടിയന്ത്രമൊക്കെ പ്രചരിപ്പിച്ച ആരാണ്? പോർച്ചുഗീസുകാരാണ്.
ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത്? അപ്പം വിവിധ കോട്ടകളൊക്കെ പണിതത് പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രമൊക്കെ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതാരാണ്? കുഞ്ഞാലി മരയ്ക്കാരാണ്. മലബാർ തീരമൊക്കെ കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതാരാണ്? കുഞ്ഞാലി മരയ്ക്കാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാരാണ്? കുഞ്ഞാലി മരയ്ക്കാരാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാരാണ്? കുഞ്ഞാലി മരയ്ക്കാരാണ്. ഇനി അടുത്തത് ഡച്ചുകാരാണ്. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലെത്തിയതായിരുന്നു ആര്? ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയും കൊല്ലവും. കൊല്ലം. പിന്നെ ഹോർത്തൂസ് മലബാറിക്സിനെ കുറിച്ചിട്ട് ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഇത്, ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഇത്, ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ്? വാൻ റീഡാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകമൊക്കെ തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ്? വാൻ റീഡാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യരാരാണ്? ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ വാൻ റീഡാണ്. അതിന് ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യനെടുത്ത് ചോദിക്കുന്നത് ഇട്ടി അച്യുതൻ. ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കുളച്ചൽ യുദ്ധമാണ്. വർഷം 1741. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം എന്നാണ് 1741. കുളച്ചൽ യുദ്ധം നടന്നത് തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും പിന്നെ ആരാണ്? ഡച്ചുകാർ തമ്മിലാണ്. തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം 1741. അപ്പം ഓക്കെ, ഈ കുളച്ചൽ യുദ്ധത്തിൻ്റെ കാരണം എന്തായിരുന്നു? കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളാണ് ഈ കുളച്ചൽ യുദ്ധത്തിൻ്റെ കാരണം. എന്തായിരുന്നു? കച്ചവടം സംബന്ധിച്ച തർക്കങ്ങൾ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാക്കാൻ ഇടയാക്കിയ യുദ്ധം ഏതാണ്? അതാണ് കുളച്ചൽ യുദ്ധം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് ഇത്, കുളച്ചൽ യുദ്ധം. ഇനി അടുത്തത് ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരിയാണ്. കർണാട്ടിക് യുദ്ധങ്ങളാണ് അടുത്തത്. കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ എന്ത് വിളിക്കുന്നത്? കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി എവിടെയായിരുന്നു? തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ നമ്മൾ കർണാട്ടിക്. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ, അങ്ങനെ കർണാട്ടിക് യുദ്ധത്തിൽ ആരാ പരാജയപ്പെട്ടത്? ഫ്രഞ്ചുകാരാണ് പരാജയപ്പെട്ടത്. അടുത്തത് ഇംഗ്ലീഷുകാർ എന്നുള്ള ടോപ്പിക്കാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്നാണ് 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? സൂറത്ത്, ഗുജറാത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മദ്രാസ്, ചെന്നൈ, കൊൽക്കത്ത, ബോംബെ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 രൂപീകരിച്ച വർഷം. ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? സൂറത്ത്, ഗുജറാത്താണ്. പിന്നെ മദ്രാസിലുണ്ടായിരുന്നു, കൽക്കത്തയിലുണ്ടായിരുന്നു, ബോംബെയിൽ ഉണ്ടായിരുന്നു.
വാണിജ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചതാരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വിജയിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം എവിടെയാണ്? ബംഗാളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം ഏതാണ്? ബംഗാൾ. പ്ലാസി യുദ്ധം വർഷം എന്നാണ്? 1757. പ്ലാസി യുദ്ധം കണ്ട പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഇപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757. ഓക്കെ. ഇപ്പോൾ പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയും പിന്നെ ആരായിരുന്നു? ബ്രിട്ടീഷുകാർ തമ്മിലായിരുന്നു. അപ്പോൾ പ്ലാസി യുദ്ധം 1757 നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നതാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ ആരായിരുന്നറിയോ? മിർ ജാഫറായിരുന്നു. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ ആരായിരുന്നു? മിർ ജാഫർ റോബർട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. അടുത്തത് ബക്സാർ യുദ്ധമാണ്. വർഷം 1764. ബക്സാർ യുദ്ധം നടന്നത് ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി, പിന്നെ അതുപോലെ തന്നെ ഷൂജ ഉദ് ദൗള, മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും പിന്നെ ആരൊക്കെ തമ്മിലാണ്? മിർ കാസിം, ഷൂജ ഉദ് ദൗള, ഷാ ആലം രണ്ടാമൻ. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാനുള്ള കാരണമായ യുദ്ധമാണ് ഏത്? ബക്സാർ യുദ്ധം. അപ്പോൾ ഈ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധമാണ് ഏത്? ബക്സാർ യുദ്ധം 1764. പ്ലാസി യുദ്ധം 1757. ഇനി അടുത്തത് മൈസൂർ യുദ്ധങ്ങളാണ്. ഓക്കെ, മൈസൂർ യുദ്ധങ്ങൾ നമുക്ക് നോക്കാം. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. അപ്പോൾ ആരൊക്കെ? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവരാരൊക്കെയാണ്? ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവരാരൊക്കെയാണ്? ഹൈദരാലിയും ടിപ്പു സുൽത്താനും. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മൈസൂർ സുൽത്താന്മാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചു. അപ്പോൾ മൈസൂർ സുൽത്താന്മാരുടെയൊക്കെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരിക്കുകയായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ മലബാറിലേക്ക് കച്ചവടത്തിന് തടസ്സമൊക്കെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായിട്ട് സൗഹൃദമുണ്ടായിരുന്നു. അത് നമ്മുടെ മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. പിന്നെ മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മലബാറും കൂർക്കും. മലബാർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർക്കം. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ 4 ടിപ്പു സുൽത്താൻ്റെ മരണത്തിനിടയാക്കിയ യുദ്ധം ഏതാണ്? 4ാം മൈസൂർ യുദ്ധമാണ്. നമ്മുടെ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെയൊക്കെ മരണത്തിനിടയാക്കിയ യുദ്ധം ഏതാണ്? 4ാം മൈസൂർ യുദ്ധമാണ്. ഇനി അടുത്തത് ശ്രീരംഗം പട്ടണം ഉടമ്പടിയാണ്. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗം പട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗം പട്ടണം ഉടമ്പടി. ഏതിനു ശേഷം? 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം. അപ്പോൾ ടിപ്പു സുൽത്താൻ മരണത്തിനിടയാക്കിയ യുദ്ധം 4ാം മൈസൂർ യുദ്ധമാണ്. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം വന്ന ഉടമ്പടിയാണ് ഏതാണ്? നമ്മുടെ ശ്രീരംഗം പട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായിട്ടുള്ള ഉടമ്പടി ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മറാത്ത യുദ്ധങ്ങളാണ്. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്നതാണ് മറാത്ത യുദ്ധങ്ങൾ. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിനൊക്കെ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചു. അതതിന് കാരണമായിട്ട് സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ കീഴടക്കി. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്നറിയോ? വെല്ലസ്ലി പ്രഭു. ഇതൊക്കെ ഇതേപടി അച്ചടിച്ച രീതിയിൽ തന്നെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ.
സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്ന കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. ദത്താവകാശ നിരോധന നിയമം എന്നുള്ളൊരു ടോപ്പിക് കൂടെ ഉള്ളൂ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പുരുഷ അനന്തരാവകാശികളില്ലാതെ ഒരു രാജാവൊക്കെ മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥ ഉണ്ടായിരുന്ന നിയമമാണിത്, ദത്താവകാശ നിരോധന നിയമം. എന്താ പറഞ്ഞിരിക്കുന്നത് ദത്താവകാശ നിരോധന നിയമത്തിൽ? അതായത് പുരുഷ അനന്തരാവകാശികളില്ലാത്ത ഒരു അനന്തരാവകാശിയൊന്നും ഇല്ലാതെ ഒരു രാജാവ് അങ്ങ് മരണപ്പെട്ടു. അപ്പോൾ ആ രാജ്യം എവിടെ പോകും? ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നതാണ് ദത്താവകാശ നിരോധന നിയമം. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പൽപൂർ, സത്താര, ഉദയപൂർ, ഝാൻസി, നാഗപൂർ. സാമ്പൽപൂർ, സത്താറ, ഉദയപൂർ, ഝാൻസി, നാഗപൂരാണ് ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ. ഓക്കെ, ഈ കീഴടക്കിയ പ്രദേശങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഏകീകൃത ഭരണ സംവിധാനമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കീഴടക്കിയ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരെ എന്താണ് നടപ്പിലാക്കിയത്? എന്താണ് നടപ്പിലാക്കിയത്? ഏകീകൃത ഭരണ സംവിധാനം. ഏകീകൃത ഭരണ സംവിധാനമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏത് നമ്മുടെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം നമ്മൾ കുരുമുളക്, കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകാണ് പറഞ്ഞു. പിന്നെ വാസ്കോ ഡ ഗാമയും കോഴിക്കോട് എത്തിയ കാര്യങ്ങൾ, പിന്നെ അവരെവിടെ കച്ചവടത്തിന് സ്ഥലം കണ്ടെത്തി എന്നുള്ള കാര്യങ്ങൾ, പോർച്ചുഗീസുകാരെക്കുറിച്ച് പറഞ്ഞു, കുളച്ചൽ യുദ്ധത്തിനെക്കുറിച്ച് പറഞ്ഞു, ഡച്ചുകാരെക്കുറിച്ച്, ഫ്രഞ്ചുകാരെക്കുറിച്ച്, ഹോർത്തൂസ് മലബാറിക്സിനെ, കർണാട്ടിക് യുദ്ധങ്ങൾ, ഇംഗ്ലീഷുകാരെക്കുറിച്ച് പറഞ്ഞു, ബെക്സാർ യുദ്ധം, പ്ലാസി യുദ്ധം പറഞ്ഞു, മൈസൂർ യുദ്ധങ്ങളും കർണാട്ടിക് യുദ്ധങ്ങളും, സൈനിക സഹായ വ്യവസ്ഥ, ശ്രീരംഗപട്ടണം ഉടമ്പടി, ദത്താവകാശ നിരോധന നിയമം, മറാത്ത യുദ്ധങ്ങൾ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ.